ഹലോ ഗൈസ്, ടർക്കി ട്രിപ്പ് കഴിഞ്ഞ് പനി പിടിച്ച് കിടപ്പായി പോയി. അതാ വീഡിയോസ് ലേറ്റ് ആയത്. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചുകൊണ്ട് UK ഈസിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ടർക്കി, അഥവാ നമ്മുടെ തുർക്കി. അപ്പോൾ ഞങ്ങൾ ടർക്കി യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഒപ്പം കൂടിക്കോ. അപ്പോൾ ടർക്കിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും. വെളുപ്പിനെ ഇറങ്ങിയതുകൊണ്ട് കാല് വേറും താങ്ങി പിടിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു കോഫി കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പറക്കുന്നത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നാണ്, ലാൻഡ് ചെയ്യുന്നത് ഇസ്താംബൂളും. അങ്ങനെ മാഞ്ചസ്റ്റർ എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് എടുത്തു. ഒരു ക്രോണിക് മദ്യപാനി അല്ലെങ്കിലും എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കാണുമ്പോൾ അറിയാതെ നോക്കിപ്പോകും. ഈ കുപ്പികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. പെഗാസസ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പൊ ചീപ്പായിട്ട് തന്നെ സർവീസും അത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ കംഫർട്ടാണ് നോക്കുന്നെങ്കിൽ കുറച്ചും കൂടെ പൈസ കൂടുതലിട്ട് നല്ലൊരു ഫ്ലൈറ്റ് നോക്കാനേ ഞാൻ പറയത്തുള്ളൂ. സ്റ്റാഫ്സിന്റെ മിസ്കമ്മ്യൂണിക്കേഷന് പുറമെ 2 മണിക്കൂറോളം ഫ്ലൈറ്റിനകത്ത് പോസ്റ്റ് ആയിരുന്നു. പക്ഷേ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് മഞ്ഞ് മൂടിയ നല്ല ആകാശ കാഴ്ചകൾ കണ്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇസ്താംബൂളിലെ സബീഹ ഗൊച്ചൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. ഇവിടെ നമുക്ക് പോകുന്നത് ഇവിടുത്തെ ഫേമസ് സ്ട്രീറ്റ് ആയ ടക്സീം സ്ക്വയറിലേക്കാണ്. അപ്പൊ എയർപോർട്ടിന് പുറത്തിറങ്ങിയുള്ള യെല്ലോ ടാക്സികൾ വിളിക്കരുത്, നല്ല റേറ്റ് ആയിരിക്കും. എയർപോർട്ടിന് പുറത്തിറങ്ങി ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ ഷട്ടിൽ സർവീസ് ബസ് കിട്ടും. പിന്നെ കയ്യിൽ എപ്പോഴും കുറച്ച് ടർക്കിഷ് ലിറ ക്യാഷ് ആയിട്ട് കരുതിക്കോണം. അങ്ങനെ ടക്സീം സ്ക്വയർ എത്തി. നമ്മുടെ നാട്ടിൽ കപ്പലിൽ കച്ചവടം നടത്തില്ലേ, അതുപോലെ ഇവിടെ ചെസ്റ്റ്നട്ടാണ് കച്ചവടം. ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഇവക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അപ്പോൾ രാത്രി ഇനി യാത്രയില്ല. 2 ഷവർമ മേടിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി. 2 ദിവസത്തേക്ക് 65 പൗണ്ടാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അടിപൊളി റൂമായിരുന്നു. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത് വെറും സാമ്പിൾ മാത്രം. അപ്പൊ നാളെ തൊട്ട് നമ്മൾ തുർക്കി എക്സ്പ്ലോർ ചെയ്യുകയാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ.